ഹായ് മക്കളെ, നിങ്ങൾ SSLC എക്സാം എഴുതാൻ പോകുന്നത് 2025 മാർച്ചിലാണ്. സോ നിങ്ങളിപ്പോൾ SSLCയുടെ പാഠഭാഗങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ടഫായി തോന്നിയ ഒരു വിഷയം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ചിലർക്ക് ഫിസിക്സ് ആയിരിക്കാം, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കാം, ചിലർക്ക് മാത്സ് ആയിരിക്കാം. നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള സീനിയേഴ്സ് 2024 മാർച്ചിൽ എക്സാം എഴുതുകയും കഴിഞ്ഞ ആഴ്ച അവർക്ക് റിസൾട്ട് വരികയും ചെയ്തു. അവർക്ക് ഏറ്റവും കൂടുതൽ A+ നഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഫിസിക്സ് ആയിരുന്നു, മറ്റൊന്ന് മാത്സ് ആയിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ അവർക്ക് A+ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അവർക്ക് നല്ലൊരു ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം, തുടക്കം മുതലേ അതായത് 9ാം ക്ലാസ് പഠിച്ച പല കാര്യങ്ങളുടെയും കണ്ടിന്യൂഷനാണ് മാത്സിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ വരുന്നത്. സോ അതിൻ്റെയൊക്കെ നല്ലൊരു ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും A+ നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ 2025 മാർച്ചിലാണ് SSLC എക്സാം ചെയ്തത്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബേസ് ഇല്ലാത്തത് കാരണം മാത്സിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും A+കൾ നഷ്ടമാകരുത്. സോ ആ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും A+ ഉറപ്പിക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് A+ നഷ്ടമാകുന്ന സബ്ജക്റ്റ് ഈ 3 സോ അതുകൊണ്ട് തന്നെ ഈ 3 വിഷയങ്ങളിലും A+ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് ഇന്ന് മുതൽ നമ്മുടെ എജ്യൂപോർട്ട് SSLC എന്ന ഈ ഒരു ചാനൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം 2025 മാർച്ചിലെ SSLC എക്സാമിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ 3 വിഷയങ്ങളിലും A+ നഷ്ടമാകരുത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക്, അതായത് നിങ്ങൾ SSLCയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കസിൻസായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട്, നിങ്ങളുടെ നാട്ടുകാരായിട്ടും കൂട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല, എജ്യൂപോർട്ടിൻ്റെ SSLC ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റിനും നോട്ടുകൾക്കും ബാക്കി എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള എജ്യൂപോർട്ടിൻ്റെ SSLC വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളും ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ജോയിൻ ചെയ്യിപ്പിക്കുക. സോ നിങ്ങൾക്ക് തോന്നും ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രി മാത്രമാണോ സെറ്റാക്കുന്നത്? ഈ 3 വിഷയങ്ങൾക്കാണ് ബേസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡിയാക്കി തരുന്നു. ബാക്കി അല്ലേ, സോഷ്യൽ, അതേപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, ബയോളജി, മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, അങ്ങനെ എല്ലാത്തിൻ്റെയും ലൈവ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ 2025 മാർച്ചിലെ SSLC എക്സാം നിങ്ങൾ എഴുതി ഏപ്രിൽ നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ കിട്ടും. കാരണം നിങ്ങളുടെ കൂടെയുണ്ട് എജ്യൂപോർട്ട്, എല്ലാം സെറ്റാക്കാൻ കൂടെയുണ്ട് എജ്യൂപോർട്ട്. സോ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക്സിൻ്റെ ലൈവ് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയാണ് ബേസിക് ലൈവ് തരിക. അതിനുശേഷം നമ്മൾ 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ലൈവ് നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ തന്നുകൊണ്ടേയിരിക്കും. സോ നമ്മളെ കൂടെ കൂടിക്കോ, A+ സെറ്റ് ആയിക്കോ. സോ ഓൾ ദ ബെസ്റ്റ്.